Hi friends, I am very informative video. It's really related to cat. cat, C for cat. ഈ ക്യാറ്റല്ലേ, ക്യാറ്റിൻ്റെ ഫീസസിൽ, അതായത് നമ്മുടെ ക്യാറ്റിൻ്റെ അപ്പിയിൽ ഒരു പാരസൈറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്ന് പറയുന്നത്. ഈ സാധനം അത്ര ചില്ലറക്കാരനല്ല. ഈ ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്ന് പറയുന്ന പാരസൈറ്റ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. ഈ അസുഖം നമ്മുടെ പ്രഗ്നൻറ്റ് ടൈമിലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനും സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് ബ്ലൈൻഡ്നെസ്, അതേപോലെ തന്നെ വയറ്റിൽ കിടന്ന് തന്നെ കൈക്കും കാലിനും ഒക്കെ അബ്നോർമാലിറ്റീസ്, അതേപോലെ തന്നെ അതിൻ്റെ ബുദ്ധിക്ക് വളർച്ചക്കുറവ്, അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൂച്ചയെ വളർത്തുന്നവരാണെങ്കിലും അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലുള്ള പൂച്ച ഉള്ളവരാണെങ്കിലും നിങ്ങൾ പൂച്ചയെ കൂട്ടിലിട്ട് വളർത്തുക. മറ്റുള്ളവർക്കും കൂടി അസുഖങ്ങൾ പകരാൻ ഇടവരുത്തരുത്. ഈ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ഈ അസുഖം നമ്മളുടെ ഈ പൂച്ചയുടെ കാഷ്ടത്തിൽ നിന്ന് മാത്രമല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത മീറ്റ് അതൊക്കെ കഴിക്കുന്നതിലൂടെയും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതുകൊണ്ട് ഇത് വരുന്നതല്ല. നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ മണ്ണും പൊടിയും അഴുക്കും ഒക്കെ പറ്റിയിരിക്കുന്ന, ചെളിയൊക്കെ പറ്റിയിരിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെയും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം വരുന്നത് നമ്മളുടെ ഈ പാരസൈറ്റ് എവിടെ കാണുന്നത്? നമ്മുടെ പൂച്ചക്കാട്ടത്തിലാണ് ഈ സംഭവം കാണുന്നത്. അതുകൊണ്ട് ഈ പൂച്ച കയറിയിരിക്കുന്നിടത്ത് അവിടെ ഇവിടെ ഒക്കെയുള്ള നമ്മൾ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുക. പെറ്റിനെ വളർത്താൻ ആഗ്രഹമുള്ളവർ അവരവരുടെ വീട്ടിൽ മാത്രം ഇട്ട് വളർത്തുക. അവർക്ക് മീൻസ് മറ്റുള്ളവർക്ക് അതൊരു ശല്യമാകാതെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പൂച്ചക്കാഷ്ടം കൊണ്ടുവന്ന് നമ്മൾ ഈ ചെടിക്കും ഇതിനും ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയിലുണ്ടാവുന്ന പ്രോഡക്റ്റിനും, ഇപ്പം നമ്മൾ ചീരയുടെ ചുവട്ടിലിടുന്നെങ്കിൽ ആ ചീരയ്ക്കകത്തും ഈ ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്ന് പറയുന്ന പാരസൈറ്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് ബി കെയർഫുൾ.